നാളെയാണ് വോട്ടെണ്ണൽ നടക്കുക. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോയാൽ അവിടെ ഓണക്കൂറിൽ നമ്മുടെ അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ് അർജുൻ. കാര്യമായി ഇന്നത്തെ ഫലം പഞ്ചായത്തിന്റെ ഭരണത്തെ സ്വാധീനിക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? എങ്കിലും എങ്ങനെയുണ്ട് രാവിലെ പോളിംഗ് ഓണക്കൂറിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ ഓണക്കൂറിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ജനവിധി എന്തായാലും ഈ പഞ്ചായത്ത് ഭരണത്തെ സ്വാധീനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ആകെ 15 വാർഡുകളാണുള്ളത്. ഇതിൽ 14 വാർഡിലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 9 ഇടങ്ങളിലും UDF വിജയിച്ചിട്ടുണ്ട്, 4 ഇടങ്ങളിൽ LDFും വിജയിച്ചിട്ടുണ്ട്. ഐക്യമുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം കൂടി ഈ പഞ്ചായത്തിലുണ്ട്. അവർക്ക് ഒരു സീറ്റും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യമായ പ്രതിഫലനങ്ങൾ ഭരണത്തിൽ ഉണ്ടാവുകയില്ല. പക്ഷേ UDF സ്ഥാനാർത്ഥി ഈ തിരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം രാവിലെ പുലർച്ചെ എത്തിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവിടെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. കഴിഞ്ഞ കാലങ്ങളായി LDF പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ് ഇത്. ഇത്തവണയും എന്താണ് സംഭവിക്കുക എന്നതാണ് എല്ലാവരും കാത്തിരുന്നു ഉറ്റുനോക്കുന്നത്. 1183 വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. കഴിഞ്ഞ തവണ LDF, ഇത്തവണ അതിനു മുൻപും LDF തന്നെയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഭരണവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ 2 തവണയും ഇവിടെ UDF ആണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും ഈ വാർഡിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ വോട്ടർമാരുടെ ക്യൂ ഒക്കെ കാണുന്നുണ്ട്. സ്ത്രീകളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ വന്ന് വോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് പലരും ഈ വാർഡിന് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. വാർഡിനുള്ളിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലരും മറ്റ് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ശ്രമത്തിലാണ് വോട്ടർമാരൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും നാളെയാണ് തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിയുക. ഇപ്പോൾ വലിയ ക്യൂ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്.